ഞങ്ങളിവിടെ ലെസ്ലി ഫോറസൈഡ് ഷോപ്പിംഗ് സെൻറ്റർ വന്ന സമയത്ത് ഞങ്ങൾ ഈ പോപ്പോയ്സിൻ്റെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇന്നത്തെ ഡിന്നർ ഇവിടുന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ചെന്ന സമയത്ത് നമുക്കിങ്ങനെ 3-4 കിസോക്ക് കാണാം. ഈ കിസോക്കിൽ നിന്നായിരിക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫുഡ് കിസോക്കിൽ നിന്ന് ഓർഡർ ചെയ്ത് നമുക്കൊരു നമ്പർ അവിടുന്ന് കിട്ടും. ആ നമ്പർ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ നമ്പറും എടുത്തുകൊണ്ട് നമുക്ക് നേരെ നമുക്ക് ഈ ഒഴിഞ്ഞ ടേബിളിലോട്ട് പോയിരുന്നാൽ മതി. അപ്പം ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഈ ഫുഡ് നമുക്ക് സെർവ് ചെയ്യും. അപ്പം പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കുവാണ്. അവരാദ്യമായിട്ട് ഇവിടെ പോപ്പോയ്സ് വരുന്നതും ആദ്യമായിട്ടാണ് അവർ ഈ ഫുഡ് ട്രൈ ചെയ്യുന്നതും ഞങ്ങളും ആദ്യമായിട്ടാണ്. അപ്പം ഇത് ലെസ്ലി ഫോറസൈഡിലെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പോപ്പോയ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഇതൊരു അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങൾ ഫുഡൊക്കെ വന്ന് സെർവ് ചെയ്ത് തുടങ്ങി. പിന്നെ അപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫുഡൊക്കെ. ഞാനൊരു ഫ്രൈഡ് ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. പിന്നെ മീലായിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്രൈസും അവർ തന്നു. കാജൻ ഫ്ലേവർഡ് ഫ്രൈസാണ് തന്നത്. അതിൻ്റെ കൂടെ ഒരു സോസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്പൈസി സോസാണ്. അതിൽ മുക്കിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. അതേപോലെ ആ കാജൻ ഫ്ലേവറും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ടേസ്റ്റിൽ കൂടെ. പിന്നെ ബർഗർ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രൈഡ് ആൻഡ് സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ. നല്ല ടേസ്റ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പോപ്പോയ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഫുഡിലാണ്. ഫാസ്റ്റ് ഫുഡിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ആഫ്റ്റർ ബർഗർ കിങ് എനിക്ക് തോന്നുന്നു ഇതാണ്, പോപ്പോയ്സ് ഈസ് ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം വരാത്തവരാണെങ്കിൽ പോപ്പോയ്സിലൊന്ന് വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ഒക്കെ ഇടുക. ഫുഡ് പ്രൈസ് പറയുവാണെങ്കിൽ ഒരു മീലിന്, അഡൽട്ടിൻ്റെ ഒരു മീലിന് ഒരു 10 to 11 പൗണ്ട്സും കിഡ്സിന് ഒരു 3.99 പൗണ്ട്സും വരും. അതാണ് ഇവിടുത്തെ പ്രൈസ് കോസ്റ്റ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക.